എൻ്റെ ഭർത്താവ് ചന്തയിൽ ലോഡിങ്ങുകാരനാണ്. പിന്നെ അദ്ദേഹം ഇറങ്ങിപ്പോയിട്ട് വേണം ഞങ്ങൾ ജീവിക്കേണ്ടത്. ഞങ്ങൾക്ക് 3 മക്കളാണ്. ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല. ഇപ്പോൾ ഹോസ്പിറ്റലാണ് എൻ്റെ ഭർത്താവ്. എന്തോ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇന്നലെ ചന്തയിൽ ലോഡിങ്ങിന് വന്നത് അദ്ദേഹം. അന്നേരം ഒത്തിരി പേര് കൂടി അണ്ണനെ അടിച്ച് ഈ മൂക്കാമണ്ടയ്ക്ക് അടിച്ചതെന്ന് പറഞ്ഞ് ഒരുപാട്. പിന്നെ ചെവി ഇപ്പോൾ കേൾക്കുന്നില്ലെന്ന് പറയുന്നു. ഇവിടുത്തെ ചെവി അങ്ങോട്ട് കേൾക്കുന്നില്ലെന്ന് പറയുന്നു. എനിക്കറിയത്തില്ല എന്തോ വേണമെന്ന് ചോദിച്ചാൽ കേസ് എടുക്കണം. പോലീസ് ഇല്ല, പരാതി കൊടുത്തു. അന്നേരം തന്നെ അവർ ചെന്ന് പരാതി കൊടുത്തതെന്ന് പറഞ്ഞു. ഇപ്പോൾ സൂര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. രാത്രി 9 മണിക്കായിരുന്നു അന്ന്. അന്നേരം തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു തനക്ക്. അന്നേരം ഞാൻ രാവിലെ തന്നെ നാത്തൂനെയൊക്കെ വിളിച്ച് അച്ഛനും ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നപ്പോൾ ഇവിടെ അഡ്മിറ്റാണെന്ന് പറഞ്ഞു. ശരിക്കും എന്തായിരുന്നു അവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ ഈ ബർത്ത്ഡേ പാർട്ടിയാണ് നടത്തിയതായിരുന്നു. അതായത് ബസ് മുതലാളിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ് നടത്തിയതായിരുന്നു. അങ്ങനെ അവിടെ ഭയങ്കര അവർ മരുന്നടിയും ഭയങ്കര ബഹളവും കാര്യങ്ങളും തങ്ങളി അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ട ഇറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 9 മണിയൊക്കെ ആയപ്പം നമ്മളവിടെ ചെന്ന് കിടക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പം ഇവർ തങ്ങളി വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കണ്ടുകൊണ്ട് കിടക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്ത് മുട്ട എടുത്തെറിഞ്ഞു. നമ്മളെ കൂടെ നിന്ന് കൃഷ്ണ പുറത്ത് മുട്ട എടുത്തെറിഞ്ഞു. അങ്ങനെ ഞങ്ങളത് ചോദിച്ച് ഞങ്ങളെ പുറത്ത് മുട്ട എടുത്തെറിഞ്ഞും ചോദിച്ചു. അങ്ങനെ അതിലൊരു കക്ഷി, നമ്മുടെ ഒരു ഹൈറ്റുള്ളൊരു കക്ഷി, പേരും നമുക്കറിയത്തില്ല, ആളെ കണ്ടില്ലറിയത്തുള്ളൂ. അയാളെ ഞങ്ങളെ വന്ന് ഫസ്റ്റിൽ വന്ന് അടിക്കുന്നത്, നമ്മളെ കൂടെ നിൽക്കുന്ന സവർത്തിനെ അടിച്ചത്. അങ്ങനെ അത് ചോദിച്ചതിന് ഞങ്ങളെ എടുത്തടിച്ച് ഞങ്ങൾ 4 പേർക്ക് 4 പേർക്ക് അടിച്ചവർ. അവർ ആദ്യം ആണിനെ കൈക്ക് അടിച്ചത്. ആദ്യം എന്നെ വന്ന് ആണിനടിച്ചിട്ട് എന്നെ അടിച്ച് കൈക്ക് അടിച്ച്. രണ്ടാമത് തന്നെ തലയ്ക്ക് അടിക്കാൻ വേണ്ടി കമ്പ് എടുത്തുകൊണ്ട് വന്നു. ഞാൻ കൈക്ക് തട്ടി കളഞ്ഞിട്ട് അന്നേരം തട്ടി കളഞ്ഞപ്പോൾ അയാൾ എന്നെ പെടലേക്ക് അടിച്ച്, കൈക്ക് പെടലേക്ക് അടിച്ച്. പിന്നെ ഇവിടെ അടിച്ച്. പോലീസ് നമ്മൾ അന്നേരം തന്നെ കേസ് കൊടുത്തു, പെറ്റീഷൻ കൊടുത്ത്. അവർ ഇന്ന് രാവിലെ വന്ന് എല്ലാം എഴുതിയെടുത്തുകൊണ്ട് പോയി. രാത്രി 9:30 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കലാകാലങ്ങളിൽ നമ്മുടെ മാർക്കറ്റിൽ അകത്ത് പച്ചക്കറി INTUC ഇറക്കുന്നതെന്ന് പറയുന്ന ഹരിജനങ്ങൾ മാത്രമായിട്ടുള്ള ഒരു യൂണിയനാണ്. കാരണം അത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് അന്നത്തെ രീതിയിൽ ഒരു റൂളിംഗ് കിട്ടിയാണ്. അവർ മാത്രമേ ഉള്ളൂ അതിനകത്ത്. അത് INTUCയുടെ യൂണിയൻ മാത്രമേ ഉള്ളൂ. അവരെ എന്നും ചന്തയടന്ന് തലേന്ന് വന്ന് അവിടെ കിടക്കും. രാത്രി വരുന്ന മലഞ്ചരക്കുകൾ ഇറക്കി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും അതേ രീതിയിൽ തന്നെ അവർ വന്ന് അവിടെ കിടന്നപ്പോഴത്തേക്ക് രാത്രി ഒരു 9 മണിയായപ്പോഴത്തേക്ക് ഏതോ ബസ്സിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഉപാസന ബസ്സിൻ്റെ മാനേജരാണെന്ന് പറയുന്നു, പുള്ളി അവരെല്ലാം കൂടെ വന്ന് അവിടെ അവരുടെ ബർത്ത്ഡേ ആഘോഷിച്ചതാണ്. ആ ബർത്ത്ഡേ ആഘോഷിച്ച സമയത്ത് അവർ ഈ മുട്ടയെടുത്ത് ടൂറിസ്റ്റ് ബസ് അവിടെ തന്നെ കിടപ്പുണ്ട്. എമിറേറ്റ്സും എങ്ങാണ്ട് അതിൻ്റെ പേര്, ഇർഫാൻ എമിറേറ്റ്സും എങ്ങാണ്ടാണ് അതിൻ്റെ പേര്. അതുമായി ബന്ധപ്പെട്ട് അതിലായിരുന്നു ഇതിൻ്റെ തുടക്കം. അത് കഴിഞ്ഞിട്ട് ഉപാസനയുടെ വണ്ടിയുടെ മേളിൽ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു വണ്ടിയുടെ മേളിൽ മദ്യം എല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് ഇവർ ഈ പരിപാടികൾ ചെയ്തത്. മദ്യപിച്ച് മതോന്മത്തരായാണ് അവർ ചെയ്തത്. അവിടെ സ്ഥിരമായി പരിപാടികളാണ് എല്ലാവരും. അതായത് വളരെയധികം, അതായത് സ്കൂൾ കുട്ടികൾ വരികയും അതുപോലെ 100 കണക്കിന് ആൾക്കാർ വന്ന് പോകുന്നിടത്ത് ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധ ശല്യം ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാമൂഹ്യ വിരുദ്ധ ശല്യത്തിന് അറുതി വരുത്തുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ INTUCയുടെയും നിലപാട്. സാധാരണ ജനങ്ങൾക്ക് അവിടെ വന്നിട്ട് വണ്ടിയിൽ കയറി പോകുന്നതിനുള്ള, സമാധാനപരമായി കയറി പോകുന്നതിനുള്ള ഇത് നിരവധി തവണ നമ്മൾ പോലീസുകാരുടെ, കഴിഞ്ഞ പ്രാവശ്യം പോലീസുകാരോടൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവരെല്ലാം CIT യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള രീതിയിൽ അതിൽ വെള്ളം ചേർത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഭരണം മാറി ശക്തമായ നിലപാടുകൾ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ശരിക്കും പ്രശ്നം അവരുടെ എന്തോ പാർട്ടിയോ ബർത്ത്ഡേ പാർട്ടിയോ എന്തുകൊണ്ട് അവിടെ നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ അവർ മദ്യപാനവും പിന്നെ ഈ മുട്ടയെറിയും എന്തോ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഒരു 9 മണി 8:30 9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോയി കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്ന് അവിടെ വന്ന് കിടക്കുന്നത് സ്റ്റാൻഡിൽ വന്ന് കിടന്ന സമയത്ത് അവന്മാർ മുട്ട എടുത്ത് എൻ്റെ ദേഹത്തെറിഞ്ഞപ്പോൾ ഞാൻ എണീച്ച് ചോദിച്ചു, എന്തിനാടെ മുട്ട എറിഞ്ഞതെന്ന്. അവന്മാർ ഓടിക്കൊണ്ട് കൊണ്ടുവന്ന് കുറേ ചീത്തയും വിളിച്ച് പിന്നെ ഞങ്ങളുടെ ജാതിയുടെ ഇതും പറഞ്ഞ് ഞങ്ങളെ ഇവിടെ ഈ ചെവിയുടെ ഇവിടെ നോക്കി ഒരു ഒറ്റ അടി, ഇവിടെ ഇങ്ങനെ ഈ ചെവി ഇങ്ങനെ അടിച്ചത്. അടിച്ച് അതുകൊണ്ടല്ല അയാൾ മറ്റേ നമ്മളെ കൂടെ ഉള്ള ഒരാൾ പിടിച്ചു മാറ്റാൻ വന്നപ്പം അവനെ അടിച്ച്. അന്നേരം ഞാൻ അയാളെ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോൾ എൻ്റെ വീണ്ടും ഒരടി അടിച്ചു. എന്നെ വെച്ചാൽ പോലും എന്നെ അവിടെ ഒറ്റ അടിക്ക് തള്ളിയിട്ട് എൻ്റെ കാലൊക്കെ വന്ന് ഇടിച്ച് കാല് നീരായിരിക്കുക, കൈ അനക്കാൻ വയ്യ. പിന്നെ ചെവിക്കൊരു ചെറിയൊരു ഒരു അടഞ്ഞ സംസാരമായിട്ട് കേൾക്കുന്നത്. പിന്നെ ബാക്കി ഉള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അടി. ബാക്കിയുള്ള 4 പേർക്കും അടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കാലകർമ്മ ഞങ്ങൾ അഞ്ചൽ മാർക്കറ്റ് INTUC തൊഴിലാളികളാണ്. ഞങ്ങൾ അവിടെ വന്ന് കുറച്ച് നേരം അവിടെ കിടക്കും.
കിടന്നപ്പോൾ അവരവിടെ ബർത്ത്ഡേ പാർട്ടി അവിടെ ആഘോഷിച്ചതാണ്. ആ ബസ്സിൻ്റെ ഫ്രണ്ടിൽ ബസ്സിൻ്റെ ഫ്രണ്ടിൽ അവിടെ വന്ന് മുട്ട വറക്കി എറിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെ ദേഹത്ത് വന്നു. നമുക്ക് എന്തിനാണ് മുട്ട എറിയുന്നത്? ഞങ്ങൾ ഇവിടെ ജോലിക്ക് വന്നാൽ ഞങ്ങൾ എന്താ ശല്യപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ ആരാടാ പുറം പറഞ്ഞിട്ട് ഞങ്ങളെ എടുത്തിട്ട് അടിച്ചത്. എന്നെ എടുത്ത് അടിച്ച് എനിക്ക് നടക്കാൻ പോലും വയ്യ. മുഖത്തെടുത്ത് ഞാൻ കൂട്ടുകാരെല്ലാം ചവിട്ടി തേച്ച് കളഞ്ഞു. ഞങ്ങൾ 4 പേർക്കും എന്നെ എടുത്ത് എറിഞ്ഞതാണ്. അവരോരോ 5-5 കയ്യിലൊക്കെ ഞങ്ങളൊന്നും നിൽക്കത്തില്ല. ഞങ്ങൾ പിടിച്ച് എന്താ അടിക്കുന്നത് ചോദിക്കത്തേം പറഞ്ഞാൽ ഞങ്ങൾ അടിക്കുക. ഞാൻ എന്തിനാ മുട്ട എടുത്ത് എറിയുന്നൊരു ചോദ്യം ഞങ്ങൾ ചോദിച്ചു. ഇത്രേ ഉള്ളൂ ഞങ്ങൾ ചോദിച്ചു. മുട്ട വറക്കി എറിഞ്ഞു. എന്തിനാ ഞങ്ങൾ മുട്ട എടുത്തിട്ട് ഞങ്ങൾ പണ്ടിട്ടുള്ള ജോലിക്കാരല്ലേ ഞങ്ങൾ ഇതിനെ മുട്ട എടുത്തെറിയുന്നു ചോദിച്ചതേ ഉള്ളൂ. അത് വേറെ ഒന്നും ഞങ്ങൾ വായി വീടില്ല. ഞങ്ങൾ 10-50 വർഷം കൊണ്ട് 5 മാർക്കറ്റിലും ജോലി ചെയ്യുന്നത്. ഇതുവരെ ആരോടും ഒരു പ്രശ്നമോ വഴക്കണോ ഒന്നും ഞങ്ങൾ പോയിട്ടില്ല. ഇന്ന് ഈ സംഭവം അത് ആദ്യമായിട്ടാണ് നടക്കുന്നത്. എൻ്റെ കൂട്ടുകാരന്മാർ അവൻ്റെ തലമുണ്ടൊക്കെ അടിച്ചു കൂട്ടി തലപ്പോയി ചെവി കേൾക്കാൻ വയ്യ. അതുകൊണ്ട് മറ്റേ ചേട്ടൻ്റെ കാലും കൈ ചവിട്ടി പിടിച്ച് ചവിട്ടി തേച്ചുകൊണ്ട് നമ്മളെ തല്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിടലിക്ക് കമ്പിക്ക് കൊണ്ടൊക്കെ ഇവിടെ കണ്ടൊക്കെ വെച്ച് അടിച്ചു കൊടുത്തു. എന്നെ അടുത്തെറിഞ്ഞ് ഞാൻ റോഡിൽ ചെന്ന് വീണതാണ്. കുറച്ച് ഒരു 10 മിനിറ്റ് നമ്മളാ മിനി ഇതിൻ്റെ ഫ്രണ്ടിലാണ്, സ്റ്റാൻഡിലാണ്, റോഡ് സൈഡിലാണ് അവിടെ കിടക്കുന്നത്. ഞങ്ങൾ 4 പേര്. പോലീസ് കേസ് വന്നു. കേസ് കൊടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന്